നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളുടെ എല്ലാം പ്രശ്നം ഇതാണ്. ജാതിയിൽ കുറഞ്ഞവരും പാവപ്പെട്ടവരും അവിടെ പിച്ചക്കാർക്ക് സമമായിട്ട് ജീവിക്കുന്നു. അവർക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കൊടുക്കുന്നില്ല. അവരുടെ ഗ്രാമങ്ങളിൽ ആശുപത്രി പോലുമില്ല. ലോക സാമ്പത്തിക ശക്തികളിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയുടെ അവസ്ഥയാണിതെന്ന് മനസ്സിലാക്കണം. 5ാം സ്ഥാനത്തോ 6ാം സ്ഥാനത്തോ നിൽക്കുന്ന രാജ്യങ്ങളെ നമ്മൾ നോക്കണം. ഇന്ത്യക്കും താഴെ കിടക്കുന്ന രാജ്യങ്ങളുടെ പെർ ക്യാപിറ്റ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് 45,000 55,000 USDക്ക് മുകളിലാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇന്ത്യയുടെ അടുത്ത് നോക്കിയിട്ടുണ്ട് വെറും 2,934 USD മാത്രമാണ്. ഇവിടെയാണ് BJP സർക്കാരിന്റെ പ്രശ്നം. ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ കയ്യിൽ പിച്ചച്ചട്ടി എടുത്തു കൊടുക്കുന്ന നയം. എന്നാൽ ഇവർക്ക് പഠിക്കാനുള്ള സൗകര്യമോ ജോലി ചെയ്യാനുള്ള സൗകര്യമോ ഉണ്ടാക്കി കൊടുക്കുന്നില്ല. ഉള്ള സ്കൂളുകളെല്ലാം ഇടിച്ചു നിരത്തി കളയുന്നു. അഴുക്ക് ചാലുകളിലേക്ക് ഒരു കൂട്ടം ജനങ്ങളെ തള്ളിവിടുവാണ് ഇവിടെ. 2010 ഇന്ത്യൻ എക്കോണമി 1.68 ട്രില്യൺ ആയിരുന്നു. ലോക രാജ്യങ്ങളിൽ 9ാം സ്ഥാനം. അന്ന് നമ്മുടെ രാജ്യം പെർ ക്യാപിറ്റയിൽ 195 രാജ്യങ്ങളിൽ 117ാം സ്ഥാനത്തായിരുന്നു. ഇന്ന് 145ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. പെർ ക്യാപിറ്റ എന്ന് പറഞ്ഞാൽ വ്യക്തി സമ്പാദ്യത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടം ജനങ്ങൾ ഇവിടെ ആരോരുമില്ലാതെ അഴുക്ക് ചാലുകളിലേക്ക് എടുത്ത് എറിയപ്പെടുക തന്നെ ചെയ്യും. കാരണം തികച്ചും ക്യാപിറ്റലൈസർ ആയിട്ടുള്ള രാജഭരണമാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. അവിടെ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമോ ഇമ്പോർട്ടൻസോ ഇല്ല.